പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേകം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ജോബ് 42:2 അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. Praise the Lord. Praise the Lord. അഭിഷേകാന്റെ വചന ശുശ്രൂഷകളെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് ഒരുക്കിയ ഈ ശുശ്രൂഷയിൽ ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാരിച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടും. ഇന്ന് കർത്താവ് ആമുഖത്തിൽ നൽകിയ വചനം എനിക്ക് തന്നെ അത് പറയുമ്പോൾ ഭയങ്കര ഒരു അഭിഷേകം നൽകുന്ന ഒരു വചനമാണ്. അവിടുത്തെ എല്ലാം സാധിക്കും. അങ്ങൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കും സാധിക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിന്റെ നാമത്താൽ, കർത്താവിന്റെ വചനത്താൽ, കർത്താവിന്റെ കുരിശിന്റെ അടയാളത്താൽ, കർത്താവിന്റെ തിരുരത്വത്തിന്റെ അത്ഭുതകരമായ ശക്തിയാൽ തടസ്സങ്ങൾ മാറ്റാൻ അവിടത്തേക്ക് കഴിയും. അവിടുന്ന് ദൈവമാണ്. അവിടുത്തെ ഉദ്ദേശങ്ങളെ തടയാൻ ആർക്കും സാധിക്കുകയില്ല. അവിടുത്തെ എല്ലാം സാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ സമയത്ത് നല്ലൊരു വിടുതൽ ശുശ്രൂഷയിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവ് വിടുതൽ നൽകുന്ന ദൈവമാണ്. കർത്താവ് ബന്ധനങ്ങളെ പൊട്ടിച്ചേരുന്ന ദൈവമാണ്. ദൈവമക്കളുടെ മുഖത്തിന്റെ കെട്ടുകൾ അഴിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് ഇപ്പൊ പലവിധ തടസ്സങ്ങളിലോ ബ്ലോക്കുകള് അങ്ങനത്തെ എന്തെങ്കിലും അവസ്ഥകളുണ്ടെങ്കിൽ ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി നന്നായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവേ, വെളിപാടിന്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ അവിടെ നിങ്ങളുടെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ, യേശുവിന്റെ രക്തം കൊണ്ട് പിശാചിന്റെ മേൽ വിജയം. ഓ കർത്താവേ, അവിടുത്തെ തിരുവിലാവ് തുടങ്ങിയ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. ഇസ്രായേൽ ഭവനങ്ങളെ കട്ടിടമേ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട കർത്താവേ, സംഹാര ദൂതന്മാരെ തടഞ്ഞ കർത്താവേ, യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. കൈകൾ അടിച്ച് തിരുരക്തത്താലെ തിരുച്ചോരയാലെ എന്നെ പൂർണ്ണമായി കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ എന്നെ പൂർണ്ണമായി കഴുകണമേ. കൈകൾ ഉയർത്തി കൈയടിച്ച് പൂർണ്ണമായി കഴുകണമേ. കൈകൾ ഉയർത്തി കൈയടിച്ച് എന്നെ കഴുകണമേ. തിരുച്ചോര തുള്ളിയ കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ എന്നെ പൂർണ്ണമായി കഴുകണമേ. എന്നെ പൂർണ്ണമായി കഴുകണമേ. ഓ കർത്താവേ, ഇപ്പോൾ കുടുംബമായി
കർത്താവ് വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെ ഇപ്പോൾ സമർപ്പിക്കുകയാണ്, വ്യക്തികളെ ഇപ്പോൾ സമർപ്പിക്കുകയാണ്. ദൈവമേ, ഇവരുടെ കുടുംബങ്ങളെ, ഇവരുടെ വംശങ്ങളെ, ഇവരുടെ പാരമ്പര്യങ്ങളെ, ഇവരുടെ തലമുറകളെ ശല്യം ചെയ്യുന്ന എല്ലാ തരത്തിലും കെട്ടുപാടുകളും ദുർഭൂതങ്ങളും പൈശാചിക പീഡകളും ശല്യങ്ങളും ഇപ്പോൾ യേശുവിന്റെ രക്തത്താൽ വിടുതൽ സ്ഥാപിക്കട്ടെ. കുടുംബങ്ങൾ വംശങ്ങൾ പാരമ്പര്യമെല്ലാം യേശുവിൻ രക്തത്താൽ കഴുകണമേ. കുടുംബങ്ങൾ വംശങ്ങൾ പാരമ്പര്യമെല്ലാം യേശുവിൻ രക്തത്താൽ കഴുകണമേ. സാത്താന്റെ തന്ത്രങ്ങൾ അന്ധകാര തകരട്ടെ. സാത്താന്റെ തന്ത്രങ്ങൾ അന്ധകാര ശക്തികൾ യേശുവിൻ രക്തത്താൽ തകരട്ടെ. യേശുവിൻ കൈകൾ ഉയർത്തി കൈയടിച്ച് തിരുരക്തത്താലെന്നെ കഴുകണമേ. തിരിച്ചൊരു തുള്ളിയ കഴുകണമേ. തിരുരക്തത്താലെ തിരിച്ചോരയാലെ എന്നെ പൂർണ്ണമായി കഴുകണമേ. എന്നെ പൂർണ്ണമായി കഴുകണമേ. ഓ കർത്താവെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെ ഇപ്പോൾ സമർപ്പിക്കുകയാണ്. കർത്താവേ, പലതരത്തിലുള്ള പൈശാചിക പീഡകൾ, കോപം, നിരാശ, സങ്കടം, വിഷമം, കർത്താവേ, ജീവിത അവസാനിപ്പിച്ച ചിന്ത, ആത്മഹത്യ ചിന്ത, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള കർത്താവേ മനസ്സിനെ പല വിധത്തിൽ കെട്ടിരിക്കുന്ന കെട്ടുകൾ യേശുവിന്റെ രക്തത്താൽ ഇപ്പോൾ ശാസിക്കുന്നു. വിട്ടുപോവാ. സ്വഭാവവും വൈരാഗ്യ ചിന്തയും യേശുവിൻ രക്തത്താൽ തകരട്ടെ. കോപ സ്വഭാവവും വൈരാഗ്യ ചിന്തയും യേശുവിൻ രക്തത്താൽ ഭയം, നിരാശ, കുറ്റബോധം വിട്ടുപോവാ. നിരാശങ്ങൾ വൈരാഗ്യം യേശുവിൻ രക്തത്താൽ തകരട്ടെ. നൈരാശ്യങ്ങൾ ദേഷ്യ സ്വഭാവം യേശുവിൻ രക്തത്താൽ തകരട്ടെ. യേശുവിൻ രക്തത്താൽ തകരട്ടെ. തിരുരക്തത്താലെന്നെ കഴുകണമേ. തിരിച്ചൊരു തുള്ളിയ കഴുകണമേ. തിരുരക്തത്താലെ തിരിച്ചോരയാറെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. ഓ കർത്താവേ, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഓരോ വ്യക്തികളെ ഇപ്പോൾ കഴുകണമേ കർത്താവേ. ശരീരത്തെ കഴുകണമേ കർത്താവേ. മനസ്സിനെ കഴുകണമേ കർത്താവേ. ആത്മാവിനെ കഴുകണമേ കർത്താവേ. ശരീര രോഗങ്ങളെല്ലാം ഇപ്പോൾ സൗഖ്യം പ്രാപിക്കണമേ കർത്താവേ. ശരീര രോഗങ്ങൾ ഈശോയുടെ രക്തത്താൽ ഇപ്പോൾ കഴുകി വിശുദ്ധീകരിക്കപ്പെടും. രോഗത്തെ ബന്ധിക്കുന്ന തടസ്സങ്ങളെ ബന്ധിക്കുന്ന ആധിപത്യങ്ങൾ യേശു നമ്മൾ ബന്ധിക്കുന്നു. ആരാധന 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 ആരാധന. ഹല 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 ഹല. കർത്താവേ, ഇപ്പോൾ വചനം കണ്ടുകൊണ്ടിരുന്ന സ്ഥലമെല്ലാം യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. കുടുംബങ്ങൾ യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. ആരാധന ആരാധന ആരാധന. ഓ കർത്താവേ, അത്ഭുതങ്ങളെ രാജാവേ, വിടുതലിന്റെ ദൈവമേ, സ്പർശിക്കണം, വിടുതൽ നൽകണേ, സൗഖ്യം നൽകണേ കർത്താവേ, സ്വാതന്ത്ര്യം നൽകണമേ കർത്താവേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവ് വലിയ വിടുതൽ സമൂഹത്തിൽ നൽകിയിട്ടുണ്ട്. ഓരോ വ്യക്തികളെയും കർത്താവ് സ്പർശിച്ചിട്ടുണ്ട്. വിശ്വാസത്തിൽ, സന്തോഷത്തിൽ, വചനത്തിന് വേണ്ടി സ്വസ്ഥാനങ്ങളിരിക്കുക. കുട്ടികൾ വചനങ്ങളൊക്കെ എഴുതാൻ വേണ്ടി നല്ല റെഡിയായിട്ട് ഇരിക്കുന്നത് ഞാൻ മനസ്സിൽ കാണുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പ്രചോദിപ്പിച്ച വിഷയം, പ്രാർത്ഥിക്കാൻ കണ്ണുനീരുമായി വരിക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ കാര്യങ്ങളുമായിട്ട് വേണം നമ്മൾ പോകാൻ. ഇപ്പോൾ ഒരു ഓഫീസിൽ പോകുമ്പോൾ ആ ഓഫീസിൽ നിഷ്കർഷ ചെയ്തിരിക്കുന്ന ചില പേപ്പറുകൾ, ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അങ്ങനത്തെ ചില വസ്തുക്കൾ ഒക്കെ നമ്മുടെ കൈവശം വേണം എന്ന് പറയുന്നത് പോലെ തന്നെ ബൈബിളിൽ കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഗതിയാണ് കണ്ണുനീര്. പ്രാർത്ഥനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എൻ്റെ സഹോദരങ്ങളെ, ബൈബിളിലെ ഏറ്റവും വിലപിടിച്ച വസ്തുക്കളിൽ ഒന്നിൻ്റെ പേരാണ് കണ്ണുനീര്. അതിന് ഭയങ്കര വിലയാണ് ബൈബിളിൽ.
അതുപോലെ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുന്ന ചില മേഖലകളുണ്ട്. ചില വചനങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്കതിനെ വെളിച്ചം തരും. 56-ാമത്തെ സങ്കീർത്തനത്തിൽ 8-ാമത്തെ തിരുലിഖിതം, ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ 56 വേഴ്സ് 8, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. സങ്കീർത്തകന്റെ മനോഹരമായൊരു പ്രാർത്ഥനയാണ്. സങ്കീർത്തകൻ പറയാണ്, ഒന്നാമത്തെ ഒരു കാര്യം, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, എൻ്റെ കണ്ണുനീര് അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. 3, അങ്ങയുടെ ഗ്രന്ഥത്തിൽ, ജീവന്റെ ഗ്രന്ഥത്തിൽ അവ എഴുതി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. എന്തൊരാശ്വാസം തരുന്ന വചനം എൻ്റെ സഹോദരങ്ങൾ ഇത്. ചിലപ്പോൾ മനുഷ്യർ പറയാറുണ്ട്, എൻ്റെ അച്ഛാ അലഞ്ഞ് 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 മടുത്തു, ഈ അലച്ചിൽ എന്ന് തീരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല, എത്ര കാലമായി അലയുന്നറിയാവോ അച്ഛാ എന്നൊക്കെ പറഞ്ഞ മനുഷ്യര് ശങ്കിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, പരിശുദ്ധാത്മാവിൽ പ്രേരിതനായി ഞാൻ നിന്നോടൊരു കാര്യം പറയാ, നിന്റെ അലച്ചിലുകള് കർത്താവ് എണ്ണിയിട്ടുണ്ടെന്ന്. നീ ഒരു കാര്യം നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കര കയറാൻ വേണ്ടി, ചിലപ്പോൾ ചില മനുഷ്യരുടെ അടുത്ത് എത്ര പ്രാവശ്യം ഇതിനു വേണ്ടി അലഞ്ഞു നടന്നു എന്നോർത്ത് നീ വിഷമിക്കരുത്. അവരാരും അത് മൈൻഡ് ചെയ്തില്ലെങ്കിലും പ്രിയപ്പെട്ട മകനെ മകളെ, നിന്റെ അലച്ചിലുകൾ കർത്താവ് എണ്ണിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിന്നെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്, കണ്ണുനീര് കുപ്പി ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പൊ തേൻ കുപ്പി ശേഖരിക്കുന്ന പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ വില പിടിച്ച് എന്തെങ്കിലും സാധനം കുപ്പി ശേഖരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്നാ കർത്താവ് പറയാ, നിന്റെ കണ്ണുനീര് ഞാൻ കുപ്പി ശേഖരിച്ചിട്ടുണ്ട്. കാരണം അത് അത്ര വില പിടിച്ചതായതുകൊണ്ടാണ് ശേഖരിച്ചു വെക്കുന്നത്. കഴിഞ്ഞില്ല സഹോദരങ്ങളെ, ജീവന്റെ ഗ്രന്ഥത്തിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ജീവന്റെ ഗ്രന്ഥത്തിൽ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിനൊരു പ്രതിഫലമുള്ളത് കൊണ്ടാണ് ജീവന്റെ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജീവന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ സമസ്ത കാര്യങ്ങൾക്ക് പ്രതിഫലമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന, ഇതിനെ കുറച്ചുകൂടി ഉറപ്പിക്കുന്ന മറ്റൊരു വചനമാണ് ജെറമിയ പ്രവചനത്തിൽ 31-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ തിരുലിഖിതം, ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 31 വേഴ്സ് 16. നമുക്ക് വായിക്കാം, ഒരുമിച്ച് വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. അതാണ് കർത്താവിന്റെ ആത്മാവ് പറയുന്നത്. നിന്റെ അലച്ചിലുകൾ, നിന്റെ യാതനകൾ, നിന്റെ കണ്ണുനീര് അത് ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരു പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഞാൻ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷകൾക്കൊക്കെ ആദ്യ കാലങ്ങളിൽ ബഹുമാനപ്പെട്ട സേവകർ വട്ടാലച്ചൻ്റെ കൂടെ ഞാൻ റീജൻ ബ്രദർ ആയിട്ടാണ് ആദ്യം ഇവിടെ വരുന്നത്. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്റ്റേജിലൊക്കെ നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ആൾക്കാരെ കാണുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുക, കരയാണ്, ലിറ്ററലി കരയാണ്, വാവിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ ചാപ്പലുകൾ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ നിൽക്കുമ്പോൾ ചില വ്യക്തികൾ, ചിലപ്പോൾ ചില സിസ്റ്റർമാരൊക്കെ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാനൊക്കെ നോക്കി നിന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ് കണ്ണുനീര്. അത് മനസ്സിൻ്റെ ഒരു വിഷമം ഉള്ളത് കൊണ്ട് മാത്രമല്ല, കർത്താവ് വലിയ അനോയിന്റിങ് തരുമ്പോഴും വലിയ കൃപ തരുമ്പോഴും അറിയാതെ കരഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ് എന്ന് പറയുന്നത് സഭയിൽ പഠിപ്പിക്കുന്ന ഒരു സംഗതി, ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ്. ജെറമിയ പ്രവചനത്തിൽ 31-ാമത്തെ അധ്യായത്തിന് 9-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 31 വേഴ്സ് 9. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും, ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും, അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്, എഫ്രായിം എൻ്റെ ആദ്യജാതനും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് നോക്കുമ്പോൾ കർത്താവ് പറയാ, കണ്ണുനീരോട് കൂടിയാണ് അവർ വരുന്നത് എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ ആരെങ്കിലും കയറി വരുമ്പോൾ അവർ വരുന്നതിൻ്റെതായ രീതികൾ ചിലപ്പോൾ നമ്മൾ നോക്കും അല്ലേ? അപ്പോൾ മക്കളൊക്കെ ചിലപ്പോൾ ദൂരെ യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോൾ കർണന്മാരിങ്ങനെ നോക്കി നിൽക്കും എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് അല്ലെങ്കിൽ അടുത്ത് അപ്പൻ വരുമ്പോൾ മക്കളിങ്ങനെ നോക്കും.
എന്ന് പറയുന്നത് പോലെ എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് ദൂരെ നോക്കി കാണുക, അവർ വരുന്നത് നോക്കാം. അപ്പൊ കർത്താവ് പറയാ, അവർ വരുന്നത് കണ്ണുനീരോടുകൂടിയാണ് വരുന്നത്. അതുകൊണ്ട് കണ്ണുനീരോടുകൂടി വരുന്നതായതുകൊണ്ട് ദൈവം ഒരു 4 അനുഗ്രഹം അപ്പം തന്നെ അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. ആ വചനത്തിൽ തന്നെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവൻ്റെ, ദൈവത്തിൻ്റെ സ്ഥലം കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നവൻ അപ്പം തന്നെ കർത്താവ് 4 കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. ഒന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ആ വചനം നമുക്ക് ഒന്നുകൂടെ നോക്കുന്നത് നല്ലതാണ്. കണ്ണുനീരോടുകൂടിയാണ് അവർ വരുന്നത്, കണ്ണുനീരോടുകൂടിയാണ് വരുന്നത്. ഒന്നാമത്തെ ബ്ലെസ്സിംഗ്, അങ്ങനെയുള്ളവരെ കർത്താവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ ബ്ലെസ്സിംഗ് ആശ്വസിപ്പിച്ച് നയിക്കും. എൻ്റെ സഹോദരങ്ങൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നോക്കി, ജീവിതത്തിൽ ചില പ്രതിസന്ധികളും അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ ആശ്വാസം സ്വീകരിച്ചിട്ട് ഒരു കാര്യമില്ല. ആശ്വാസം കിട്ടണ്ടേ? കാര്യം ഒരുപാട് സാന്ത്വന വാക്കുകളൊക്കെ പറഞ്ഞ് സാരമില്ലച്ചാ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പല സാഹചര്യങ്ങളിൽ പലരും അല്ലെങ്കിൽ സെമിനാരി പഠിക്കുമ്പോഴൊക്കെ ആശ്വസിപ്പ് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊന്നും നമുക്ക് മനസ്സിനൊരു സാധനം തരുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ പോയിരുന്ന് കുറച്ച് സമയം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒരു ആശ്വാസമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവവൈതലേ, നീ ഇങ്ങനെ ആശ്വാസം തേടി വെറുതെ അവിടെ ഇവിടെ അലഞ്ഞു തിരിയരുത്. രണ്ടാമത്, കണ്ണുനീരോടെ കർത്താവ് തരും അടുത്തൊരു ബ്ലെസ്സിംഗ് ആണ്, കർത്താവ് ആ വ്യക്തിയെ നയിക്കാൻ വേണ്ടി ആരംഭിക്കും. കാരണം എന്താ? ദൈവത്തെ മാത്രമാണ് ആശ്രയിക്കുന്നത്. ഉടനെ ദൈവം പറയാണ്, കണ്ണുനീരോടുകൂടി വരുന്നത് കൊണ്ട് ഞാനവരെ ആശ്വസിപ്പിക്കും, മാത്രമല്ല ഞാൻ അവരെ നയിച്ചുകൊണ്ടിരിക്കും. മൂന്നാമത്തെ കാര്യം കർത്താവ് പറയാണ്, അവരുടെ വഴി ഞാൻ സുഗമമാക്കും. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരു വഴി ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ഒരുപാട് തടസ്സങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഭയങ്കര ഞെരുക്കമാണ്. കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, ഞാൻ അവരുടെ വഴി സുഗമമാക്കി മാറ്റും. നാലാമത്തെ കാര്യം കർത്താവ് പറയാണ്, അവരുടെ കാലിനെ ഇടറുകയല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഒരു പക്ഷേ കുട്ടികളും യുവജനങ്ങളും ഒക്കെ അല്ലാന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ഒക്കെ മറ്റുള്ളവരിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇത് തന്നെ ഒരു പുച്ഛത്തോടു കൂടിയൊക്കെ ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാകും. എൻ്റെ സഹോദരൻ ഒരു കാര്യം ഓർക്കണം, നീ ഇങ്ങനെ കാലിടറാതെ നല്ല നേർവഴിക്ക് നയിക്കുന്നതിന് കാരണം നമ്മളെ ഓർത്ത് ചിലരൊക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചത് കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനത്തിൽ 25-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് ഐസയ്യാ ചാപ്റ്റർ 25 വേഴ്സ് 8, കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, സകലരുടെയും കണ്ണീർ അവിടുന്ന് തുടച്ചു മാറ്റും, തൻ്റെ ജനത്തിന്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്ന് അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കണ്ണുനീര് തുടയ്ക്കുന്നതും അത് എടുത്തു മാറ്റുന്നതൊക്കെ കർത്താവിന്റെ ദൗത്യമാണ് സഹോദരൻ. എന്നിട്ട് പറയാണ്, എൻ്റെ ജനത്തിന്റെ അവമാനം ഞാൻ നീക്കിക്കളയും, എൻ്റെ ജനത്തിന്റെ അവമാനം ഞാൻ നീക്കിക്കളയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ എത്ര സംഭവങ്ങളെ എൻ്റെ സഹോദരങ്ങളെ. ബൈബിളിൽ നമ്മുടെ സാമുവേലിന്റെ അമ്മയെ ഹന്ന, എൽക്കാന ദമ്പതികളുടെ കാര്യം ചിന്തിച്ചു നോക്കുക. ഒരുപാട് അപമാനമാണ്. കാരണം എന്താ? അവർക്ക് മക്കളില്ല, അതുകൊണ്ട് ഒരുപാട് പേര് നിന്ദിക്കുകയാണ്, അപമാനമാണ്, സങ്കടമാണ്, വേദനയാണ്. ആ സമയത്ത് ജീവിത പങ്കാളി ഭർത്താവ് ഒരുപാട് ആശ്വസിപ്പിക്കാൻ വേണ്ടി നോക്കി, പല ആശ്വാസ വാക്കുകളും പറയുന്നുണ്ട്. നിനക്ക് ഞാൻ 10 പുത്രന്മാരെക്കാൾ ഉപരിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. പക്ഷെ ഹന്നയ്ക്ക് ആശ്വാസം കിട്ടുന്നില്ല. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ വന്നപ്പോൾ കർത്താവ് അവളെ ആശ്വസിപ്പിച്ച് അവളെ കണ്ണുനീര് തുടച്ചു മാറ്റി, അവളെ അപമാനം കർത്താവ് നീക്കിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബൈബിളിലെ സോസന്നയുടെ കാര്യം ചിന്തിച്ചു നോക്ക്. ആ ദാനിയേൽ ഇടപെട്ട സംഭവം ഓർത്ത് നോക്കിയേ. കാരണം ഞാൻ പരിപൂർണ്ണ, കാരണം ഇവള് വ്യഭിചാരം ചെയ്തതെന്ന് പറഞ്ഞിട്ട് മുദ്ര കൊട്ടുന്ന അപമാനമാണ്. അങ്ങനെ അപമാനിതയായി നിൽക്കുകയാണ് ജനത്തിന്റെ നടുവിൽ. ആ സമയത്ത് ഒരു കണ്ണുനീര്, അവരൊരു കരച്ചില്. എൻ്റെ സഹോദരങ്ങളെ, ദൈവം അപമാനം കൊണ്ട് തുടച്ചു മാറ്റിയില്ലേ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും എത്ര ബ്ലെസ്സിംഗ് ആണ് സഹോദരങ്ങളെ. ജോബിന്റെ പുസ്തകം പഠിക്കാം. ജോബിന്റെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിന്റെ 20 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 16 വേഴ്സ് 20 and 21. ജോബ് പറയാണ്, സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു, എൻ്റെ കണ്ണുകൾ ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കുന്നു, ഒരുവൻ അയൽക്കാരന്റെ മുമ്പിൽ വാദിക്കുന്നത് പോലെ അത് എനിക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ ന്യായവാദം നടത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ നമ്മൾ ഒരുപാട് പരിഹസിച്ച്, ചിലപ്പോൾ ജോലി സ്ഥലത്താകാം, ചിലപ്പോൾ കുടുംബത്തിൽ തന്നെ ആകാം. ഞാൻ ഓർക്കുന്നു ചില വ്യക്തികളെ എഴുതിയിരിക്കുന്ന ചില കത്തുകളൊക്കെ വായിച്ച് ഞാൻ ഓർക്കാണ്. എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ എപ്പോഴും കളിയാക്കൽ, എപ്പോഴും പരിഹാസം.
ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. ദൈവസന്നിധിയിൽ ഞാനിങ്ങനെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക. അപ്പൊ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ഒരുവൻ മറ്റൊരാളുടെ മുമ്പിൽ നിന്ന് വാദിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ ഈ കണ്ണുനീര് ഈ വ്യക്തിക്ക് വേണ്ടി ന്യായവാദം നടത്തും. ദൈവത്തിന്റെ സന്നിധി ന്യായവാദം നടത്തും കണ്ണുനീര്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചോദിക്കുക, മനുഷ്യരുടെ മുമ്പിൽ എന്തുമാത്രം നമ്മൾ ന്യായവാദം നടത്തുന്ന ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടി ഇല്ലേ? ചിലപ്പോൾ എന്തുമാത്രമാണ് തർക്കിച്ച് ന്യായവാദം നടത്തി നിൽക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, മനുഷ്യരുടെ മുമ്പിലുള്ള ന്യായവാദം നിർത്തിയിട്ട് നീ ദൈവത്തിന്റെ സന്നിധിയിൽ പോയി കണ്ണുനീരോടെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയേ. ദൈവത്തിന്റെ മുമ്പിലാകും പിന്നെ ന്യായവാദം. സ്റ്റേജ് മാറി, കീഴ്ക്കോടത്തിൽ നിന്ന് മേൽക്കോടത്തിലേക്ക് പോയതുപോലെയായി. ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം ഇപ്പോൾ നമുക്ക് ആശ്വാസം നൽകിയ ഒരു വചനമാണ്, ഈ വചനങ്ങളെല്ലാം തന്നെ. എന്നാൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കേണ്ട മറ്റൊരു തലം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയോടെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് സംസാരിച്ചതെങ്കിൽ ഇനി മറ്റൊരു കാര്യം ആത്മാവ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 48 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ. എൻ്റെ ജനതയുടെ പുത്രിക്കുണ്ടായ നാശം നിമിത്തം എൻ്റെ കണ്ണുകളിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകുന്നു, എൻ്റെ കണ്ണിൽ നിന്ന് അഭിരാമം പ്രവഹിക്കും. കർത്താവ് സ്വർഗത്തിൽ നോക്കി കാണുന്നത് വരെ അത് നിലയ്ക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ അടിമത്തത്തിലേക്ക് പോയ ഇസ്രായേൽ ജനം, ആ ഇസ്രായേൽ ജനം ഒരുപാട് തകർച്ചയെ കിടക്കുകയാണ്. അടിമത്തത്തിൽ ജനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പ്രവാചകർ വെളിപ്പെടുത്തുകയാണ്, എൻ്റെ പുത്രി ഇസ്രായേല് അവൾക്കുണ്ടായ നാശം നിമിത്തം എൻ്റെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീരൊഴുകും. സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കി കാണുന്നത് വരെ അത് നിലയ്ക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ സഭയ്ക്കെതിരെ ഒരുപാട് ആക്രമണങ്ങൾ, യേശുക്രിസ്തുവിന്റെ പേര് മായ്ച്ച് കളയാൻ തക്കവണ്ണം ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്ത്യാനി എന്നുള്ള നാമം വഹിക്കുന്നവരെ വെറുതെ കൊന്നൊടുക്കുന്ന അവസ്ഥകൾ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ പുത്രി സഭ, ദൈവജനം, അവർക്കുണ്ടാകുന്ന നാശം കാണുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുക്കി നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റൊരു തരത്തിലേക്ക് തിരിയുകയാണ്. നമ്മുടെ കടബാധ്യത, നമ്മുടെ രോഗം, നമ്മുടെ പ്രശ്നം, നമ്മുടെ കുടുംബ പ്രതിസന്ധികൾ, അതിനെല്ലാത്തിനും വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആദ്യം കണ്ടു. അതേ വേദനയോടെ പ്രാർത്ഥിക്കുന്ന അടുത്ത തലമുറ, ഈ കാലഘട്ടം അതിനു വേണ്ടി കർത്താവ് നമ്മൾ വിളിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഉള്ളിലൊരു വേദന വന്നാലേ കണ്ണുനീര് വരൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 119-ാം സങ്കീർത്തനത്തിൽ 136-ാമത്തെ തിരുവചനം വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ഇതേ കാര്യം തന്നെ മറ്റൊരു തരത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യൻ അങ്ങയുടെ നിയമം പാലിക്കാത്തത് കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് അശ്രു ധാരധാരയായി ഒഴുകുന്നു. സങ്കീർത്തനം വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അതായത് മനുഷ്യർ വചനം ലംഘിക്കുന്നു, മനുഷ്യർ നിയമം ലംഘിക്കുന്നു, വചനം പാലിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീരൊഴുകുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ ഒരാൾ വചനം ലംഘിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ, നമ്മുടെ സമൂഹത്തിൽ ഒരാൾ വഴിവിട്ട് വഴികളോട് നടക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ സഭയിൽ ആരെങ്കിലുമൊക്കെ ഒരു തരത്തിൽ വീണു പോകുന്നത് കാണുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയുടെ മക്കളെ നശിപ്പിക്കുന്നത് കാണുമ്പോൾ അശ്രു ധാരധാരയായിട്ട് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകണം. കാരണം അത് ദൈവസന്നിധിയിൽ ന്യായവാദം നടത്തും. കർത്താവ് അത് തുടച്ചു മാറ്റും. കർത്താവ് അതിനകത്ത് ഇടപെടും. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മാത്രം പ്രാർത്ഥന പോരാ, അതേ വേദനയോടുകൂടി ഈ തകർന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിർദ്ദേശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ് നമ്മളെങ്കിൽ, ഒരു വൈദികനോ ഒരു സിസ്റ്ററോ ഒരു ആത്മായ ശുശ്രൂഷകനാണെന്ന് കരുതുക, ഒരു ദൈവരാജ്യ വേലക്കാരനാണെന്ന് കരുതുക, അവരും ഇങ്ങനെ കണ്ണുനീരോടുകൂടി ശുശ്രൂഷ ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 20-ാമത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 20:31. അതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. 3 വർഷക്കാലം കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുക, രാപകൽ കണ്ണുനീരോടുകൂടി നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് അനുസ്മരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് നിറഞ്ഞ പൗലോസ്ലീഹ പറയാണ്, 3 വർഷക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തപ്പോൾ, ആ ശുശ്രൂഷ ചെയ്ത് നിങ്ങൾക്ക് ഉപദേശം തന്നപ്പോൾ കണ്ണുനീരോടുകൂടിയാണ് ഞാൻ ഉപദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എൻ്റെ സഹോദരങ്ങളെ, കണ്ണുനീരോടുകൂടിയുള്ള ഉപദേശങ്ങൾ ഫലം പുറപ്പെടുവിക്കും.
ഒരു പക്ഷേ നമ്മൾ കുടുംബത്തിൽ മക്കളോട് പറഞ്ഞ് മടുത്തു, ജീവിത പങ്കാളിയോട് മടുത്തു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ട് കൂട്ടാക്കുന്നില്ല. ദൈവസന്നിധിയിൽ കുറച്ച് മണിക്കൂറുകൾ കണ്ണുനീർ ഒഴുക്കതിന് ശേഷം ഉപദേശിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിക്കും സഹോദരങ്ങളെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നിസ്സാര കാര്യമല്ല, അതിന് വലിയ പ്രതിഫലമുണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ജെറമിയ പ്രവചകനെ കോട്ട് ചെയ്ത് പറഞ്ഞില്ലേ, അതായത് ഈ കണ്ണീർ കണങ്ങൾ കർത്താവ് എണ്ണും, അല്ലേ, അലച്ചിലുകൾ എണ്ണും. കർത്താവ് പറഞ്ഞ ജീവന ഗ്രന്ഥത്തിലുണ്ട്, അതിന് പ്രതിഫലം ഉണ്ട്. അതാണ് 126 സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത്. 126 സങ്കീർത്തനത്തിൽ 5ഉം 6ഉം തിരുവചനങ്ങൾ. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകള് കണ്ണുനീരോടുകൂടി വിതച്ചാൽ, നമ്മുടെ ഉപദേശങ്ങൾ കണ്ണുനീരോടുകൂടി വിതച്ചാൽ, ആർക്കെങ്കിലും വചനം കൊടുക്കുമ്പോൾ കണ്ണുനീരോടുകൂടി വിതച്ചാൽ, ഒരു കാലഘട്ടം കഴിയുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ജീവന്റെ പുസ്തകത്തിൽ അത് ഉള്ളത് കൊണ്ട് വലിയ പ്രതിഫലം, ആനന്ദത്തിന്റെ ഒരു കൊയ്ത്ത് കർത്താവ് തരുമെന്ന് വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി, ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ദൈവസേന നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ കൃപ. ദൈവത്തോട് ചോദിക്കാൻ, ദൈവമേ എനിക്ക് സഭയ്ക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ, ആൾക്കാർ വചനം പാലിക്കാതിരിക്കുന്നത് കാണുമ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ, എൻ്റെ കുടുംബത്തിലെ ചില വ്യക്തികളോർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരു കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്നെയും കൂടി വിളിക്കോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ എന്നെയും കൂടി ഒന്ന് വിളിക്കാൻ പറയോ എന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് പോലെ തന്നെ എൻ്റെയും കൂടെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ വിളിക്കണമേ എന്ന് കർത്താവിനോട് അപേക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ ആരാധനയുടെ സമയത്ത് അങ്ങനെ പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൃപ തരട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവിൻ്റെ മുൻപിൽ, കർത്താവിൻ്റെ ആലയത്തിൽ കണ്ണുനീരോടുകൂടി വന്ന ഒരാൾ പോലും കണ്ണുനീരോടുകൂടി തിരിച്ചുപോയി എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. കർത്താവ് തന്നെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കണ്ണുനീര്, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ അലച്ചില്, അതെല്ലാം കർത്താവ് കാണും, രേഖപ്പെടുത്തും, നേർവഴിക്ക് നയിക്കും, വഴി സുഗമമാക്കും. കർത്താവ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള വാഗ്ദാനം ബൈബിളിലുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വചനം ആൾക്കാർ ലംഘിക്കുന്ന കാണുമ്പോൾ പ്രാർത്ഥിക്കണം. ഉപദേശം കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം കരയണം ദൈവത്തിൻ്റെ സന്നിധിയിൽ. കർത്താവേ, ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലായിരിക്കുന്ന എല്ലാ അവസ്ഥകളും ഇപ്പോൾ സമർപ്പിക്കുകയാണ് കർത്താവ്. ഞങ്ങളുടെ കണ്ണുനീര് അവിടുന്ന് കാണണം കർത്താവ്. ദൈവമേ, ഞങ്ങളൊരു പ്രത്യേക പ്രാർത്ഥിക്കുകയാണ്. കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തക്ക വിധം, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തക്ക വിധം കർത്താവേ ഒരഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നു. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ യേശുവേ കണ്ണുനീരേകളേ, കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ യേശുവേ നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ യേശുവേ ഉള്ളം തുറന്നിടണേ. നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ യേശുവേ ഉള്ളം തുറന്നിടണേ. കരഞ്ഞു വിളിക്കുന്നു, കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ യേശുവേ കണ്ണുനീരേകളേ, നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ യേശുവേ ഉള്ളം തുറന്നിടണേ. ഉള്ളം തുറന്നിടണേ.
യേശുവേ